നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ തലപ്പത്ത് നാളിതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വമ്പൻ അഴിച്ചുപണികൾക്കും പുതിയൊരു വിപ്ലവകരമായ മാറ്റത്തിനും BCCIയുടെ അണിയറയിൽ പൂർണ്ണമായി കളമൊരുങ്ങുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. രാജ്യാന്തര തലത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു കായിക വിനോദത്തിന്റെ ഭാവി തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഈ ഒരു പുതിയ പ്രധാന തീരുമാനത്തിനു പിന്നിൽ BCCIയിലെ ചില ഉന്നത തലങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ടീമിന്റെ വിജയപരാജയങ്ങളെയും കളിക്കാരുടെ ഒത്തൊരുമയെയും പൂർണ്ണമായി ബാധിക്കുന്ന ഈ ഒരു വലിയ മാറ്റത്തെക്കുറിച്ച് നിലവിൽ ക്രിക്കറ്റ് ലോകത്ത് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉയർന്നുവരുന്നത്. വരാനിരിക്കുന്ന വലിയ ICC ടൂർണമെന്റുകളും ഏഷ്യൻ ഗെയിംസും മുന്നിൽ കണ്ടുകൊണ്ട് വളരെ തന്ത്രപരമായ ഒരു ചുവടുവെപ്പിനാണ് ടീം മാനേജ്മെന്റ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത് എന്നാണ് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. ക്രിക്കറ്റ് ആരാധകരെയും പ്രമുഖ മുൻകാല താരങ്ങളെയും ഒരുപോലെ അമ്പരപ്പിക്കുന്ന ഈ ഒരു നീക്കം ഇന്ത്യൻ ടീമിന്റെ പരമ്പരാഗത ശൈലിയെ തന്നെ തിരുത്തിക്കുറിക്കുന്ന ഒന്നായി മാറും. ടീമിന്റെ ഔദ്യോഗിക നായകസ്ഥാനം ഏറ്റെടുക്കാൻ ഒരു പുതിയ മുഖം സജ്ജമായി കഴിഞ്ഞു എന്ന ഈ സൂചന ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ വലിയൊരു ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ യാതൊരു വിധത്തിലുള്ള സ്ഥിരതയും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു സാധാരണ കളിക്കാരന് രാജ്യത്തെ നയിക്കാനുള്ള ഇത്രയും വലിയൊരു ചുമതല വെറുതെ വച്ചു നീട്ടുന്നത് കടുത്ത അനീതിയാണ് എന്ന് പറയാതെ വയ്യ. കേവലം സോഷ്യൽ മീഡിയയിലെ ചില PR ഹൈപ്പുകളും ആരാധകരുടെ അന്ധമായ തള്ളലുകളും മാത്രം കണ്ടുകൊണ്ട് ഇത്തരം വമ്പൻ തീരുമാനങ്ങൾ എടുക്കുന്നത് തികച്ചും വിഡ്ഢിത്തമാണ് എന്നാണ് ഭൂരിഭാഗം കായിക നിരീക്ഷകരും പറയുന്നത്. ടീമിൽ ഒരു സ്ഥാനം പോലും സ്ഥിരമായി ഉറപ്പിക്കാൻ കഴിയാതെ എപ്പോൾ വലിയ മത്സരങ്ങൾ വന്നാലും അവിടെയെല്ലാം പരാജയപ്പെടുന്ന ഇത്തരം കളിക്കാർക്ക് എന്ത് യോഗ്യതയാണ് ക്യാപ്റ്റനാകാനുള്ളത്? IPLലെ ചില പ്രകടനങ്ങൾ മാത്രം വിലയിരുത്തി രാജ്യത്തിന്റെ ഔദ്യോഗിക ജേഴ്സിയിലെ നായകസ്ഥാനം നൽകിയാൽ അത് ഇന്ത്യൻ ക്രിക്കറ്റിനെ വലിയൊരു നാണക്കേടിലേക്ക് മാത്രമേ നയിക്കൂ. കരിയറിൽ ഭൂരിഭാഗം സമയവും ബെഞ്ചിലിരിക്കാനും വെള്ളം ചുമക്കാനും മാത്രം യോഗമുണ്ടായിരുന്ന ഒരാളെ പെട്ടെന്നൊരു ദിവസം കൊണ്ടുവന്ന് ടീമിന്റെ തലപ്പത്ത് പ്രതിഷ്ഠിക്കാൻ നോക്കുന്നത് തികച്ചും വിചിത്രമായ ഒരു കാര്യമാണ്. സ്വന്തം കഴിവ് കൊണ്ട് ടീമിലെ സ്ഥാനം പോലും നിലനിർത്താൻ പാടുപെടുന്ന ഒരാളെ ഇങ്ങനെയൊക്കെ അന്ധമായി പിന്തുണയ്ക്കുന്നത് കാണുമ്പോൾ സാധാരണ ക്രിക്കറ്റ് ആരാധകർക്ക് കടുത്ത ദേഷ്യവും അമർഷവും മാത്രമാണ് ഉണ്ടാകുന്നത്. അതുമാത്രമല്ല, നിലവിൽ ടീമിനെ മികച്ച രീതിയിൽ നയിക്കാൻ കെൽപ്പുള്ള എത്രയോ പരിചയസമ്പന്നരായ സീനിയർ താരങ്ങൾ പുറത്തു നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള അനാവശ്യ പരീക്ഷണങ്ങൾക്ക് ചിലർ മുതിരുന്നത്. സമ്മർദ്ദഘട്ടങ്ങളിൽ ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാൻ യാതൊരു